നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിന്റെ യൂസേജുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണിന് നമ്മളുമായിട്ടുള്ള ബന്ധം എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു നിമിഷം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒന്ന് താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ? പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോൺ തിരികെ എടുത്തതിന് ശേഷം നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ കാർഡിൽ ക്രാക്ക് വീണിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെയാണോ ക്രാക്ക് വീണിട്ടുള്ളത്? സൗണ്ട് സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടോ? അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പരിഹാരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവും. ഈവൻ നമ്മുടെ ഫോൺ ഡെഡ് ആയിന്ന് തന്നെ ഇരിക്കട്ടെ, പെട്ടെന്ന് ഒരു 2-3 ദിവസം പോലും കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നും നമുക്കില്ല. മറ്റൊരു ഫോൺ എങ്ങനെയെങ്കിലും, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും കടം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു ഫോൺ വാങ്ങിയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലൈഫ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ ഒരു മൊബൈൽ ഫോണിന് കൊടുക്കുന്ന പ്രാധാന്യവും മുൻഗണനയും എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്കോ നമ്മുടെ ലൈഫിനോ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാത്തത്? നമ്മുടെ കുഞ്ഞുനാൾ മുതൽ ഈ ഒരു നിമിഷം വരെ നമ്മൾ കടന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും എല്ലാം നമുക്ക് മോശമായിട്ടുള്ള മുറിവേൽക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ സിസ്റ്റത്തെയും നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലെ സോഫ്റ്റ്വെയർസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നാൽ അതിനൊന്ന് പരിഗണിക്കാനോ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിലുള്ള ആക്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതിലേക്ക് നോക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പല രീതിയിലുള്ള എക്സ്ക്യൂസുകൾ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പല ഓപ്ഷൻസ് എടുക്കും. എന്നാൽ നിങ്ങളെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു കാൽവയ്പ് എടുത്തിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ കേട്ടോ.